എല്ലാവർക്കും ദിനവൃത്താന്തത്തിൻ്റെ പുതിയൊരു താളിലേക്ക് സ്വാഗതം. ഭൂമുഖത്ത് ജീവിച്ച ഏറ്റവും ഭാരമേറിയ ജീവിയെക്കുറിച്ചാണ് ഇന്ന് ദിനവൃത്താന്തത്തിൽ പറയുന്നത്. പെറുക്കെറ്റസ് കൊളോസസ്. കരയിലും കടലിലുമായി ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയതുമായ ജീവിവർഗങ്ങളിൽ ഏറ്റവും ഭാരമേറിയ ജീവിവർഗം നീലത്തിമിംഗലമാണ് എന്നാണ് നമ്മളെല്ലാവരും തന്നെ സംശയലേശമെന്നെ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇതാ അതിപ്രാചീന കാലത്ത്, അതായത് ഏകദേശം 39 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നീലത്തിമിംഗലത്തേക്കാൾ 3 മടങ്ങ് ഭാരമുണ്ടായിരുന്ന ഒരു തിമിംഗല വിഭാഗം ജീവിച്ചിരുന്നതായും പിന്നീട് എപ്പോഴോ ഇവയുടെ വംശം ഭൂമിയിൽ നിന്ന് വേറിട്ട് പോയതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിൻ്റെ തെക്കൻ സമുദ്ര തീരത്തിന് അടുത്തായുള്ള മരുഭൂമിയിൽ നിന്നും ലഭിച്ച 17 അസ്ഥികൾ മാത്രം ഉൾപ്പെട്ട അപൂർണമായ ഒരു അസ്ഥികൂട ഫോസിലിൽ നടത്തിയ വിശദമായ പഠനങ്ങൾക്കൊടുവിലാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. 85 ടൺ മുതൽ 340 ടൺ വരെ ശരീരഭാരമുണ്ടായിരുന്ന ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞുപോയ ഈ തിമിംഗല വർഗത്തിന് കണ്ടെത്തിയ രാജ്യത്തെയും ഉയർന്ന ശരീരഭാരത്തെയും കണക്കിലെടുത്ത് പെറുക്കെറ്റസ് കൊളോസസ് എന്നാണ് ശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത്. ശരീരഭാരത്തിൽ നീലത്തിമിംഗലത്തെ പിന്തള്ളി ഭൂമിയിൽ ഇതുവരെ ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള ജീവി നീലത്തിമിംഗലമാണ് എന്ന ശാസ്ത്രധാരണയെ തിരുത്തിയ പെറുക്കെറ്റസ് കൊളോസസ് എന്ന ഈ ആദിമ തിമിംഗല വിഭാഗം ശരീരവലിപ്പത്തിൽ നീലത്തിമിംഗലത്തിന് അടുത്തുപോലും എത്തിയിരുന്നില്ലത്രേ. നീലത്തിമിംഗലങ്ങൾ 30 മീറ്റർ വരെ നീളത്തിലേക്ക് വളരുമ്പോൾ തിമിംഗല സ്പീഷീസ് 17 മീറ്റർ മുതൽ 20 മീറ്റർ വരെ നീളത്തിലേക്ക് മാത്രമേ വളർന്നിരുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ലോകപ്രശസ്ത ശാസ്ത്ര പ്രസിദ്ധീകരണമായ നേച്ചർ എന്ന ജേർണലിലാണ് ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. നിങ്ങൾക്ക് വിളിക്കാം 8593825819.